ബി ജെ പി വിരുദ്ധ രാഷ്ട്രീയം എന്നൊക്കെ പറയുമ്പോൾ അത്തരം ഒരു സ്റ്റാൻഡിലേക്ക് കോൺഗ്രസ് അല്ലെങ്കിൽ UDF എടുക്കുന്ന നിലപാടുകളെ കൃത്യമായി നിങ്ങളൊന്ന് പരിശോധിക്കണം. നമ്മൾ ഇപ്പോൾ ഏറ്റവും ഒടുവിൽ തിരുവനന്തപുരത്ത് നേമത്തെ അക്കൗണ്ട് പൂട്ടിച്ച കഥ പറയുമ്പോൾ പോലും അവിടെ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ സ്ഥാനാർത്ഥി ശ്രീ വി ശിവൻകുട്ടി അവിടെ MLA ആവുകയും അവിടെ നിന്ന് തുടർന്ന് മന്ത്രിയാവുകയും ചെയ്ത ഒരാളാണ്. പക്ഷേ ആ അക്കൗണ്ട് പൂട്ടിക്കാനായിട്ട് നേതൃത്വം കൊടുത്തതിനകത്ത് UDFനുള്ള പങ്ക് അല്ലെങ്കിൽ കോൺഗ്രസിനുള്ള പങ്ക് വളരെ വലുതാണ്. അവിടെ കെ മുരളീധരനെ പോലെ ഒരു സ്ഥാനാർത്ഥി വന്നതുകൊണ്ടും ആ സ്ഥാനാർത്ഥിയുടെ ഒരു പ്രഭാവം മൂലം കിട്ടിയ UDFിൻ്റെ വോട്ടുകളുടെ ഒരു സമാഹരണം ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ അതിനകത്ത് ഈ പറയുന്ന പോലെ BJPയെ പരാജയപ്പെടുത്താൻ ഞങ്ങൾക്ക് കഴിഞ്ഞു എന്നുള്ളത് അത് ഞങ്ങളുടെ കൂടി ഒരു എഫേർട്ട് അതിനകത്തുണ്ട്. കാരണം ഈ പറയുന്ന പോലെ മതവർഗീയ രാഷ്ട്രീയത്തിൻ്റെ പേരിൽ എല്ലാ കാലത്തും നമ്മുടെ സമൂഹത്തിൽ ഒരു ഭിന്നിപ്പുണ്ടാക്കാൻ അറിഞ്ഞുകൊണ്ടോ അറിയാതെയോ അവർ ശ്രമിക്കുന്നു ഉള്ളതുകൊണ്ട് അതിനെ തടയിടുക എന്നുള്ളതാണ് നമ്മളെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും ഉത്തരവാദിത്തപ്പെട്ട ഒരു രാഷ്ട്രീയ ദൗത്യമായി ഞങ്ങൾ കാണുന്നത്. അപ്പോൾ അതിനനുസരിച്ച് പ്രവർത്തിക്കുക എന്നൊരു ശൈലി ഞങ്ങളുടെ ഭാഗത്ത് കൃത്യമായി ഉണ്ട്. പിന്നെ പാലക്കാടിനെ സംബന്ധിച്ച് ഈ ബഹുമാനപ്പെട്ട നമ്മുടെ നേതാവ് പ്രിയപ്പെട്ട സമ്പത്തേട്ടൻ പറഞ്ഞ ഒരു കാര്യം ഞാൻ ഇവിടെ ആവർത്തിക്കാൻ ആഗ്രഹിക്കുകയാണ്. എന്തുമാത്രം മാധ്യമ ചർച്ചകൾ ഞാൻ ദൂരദർശനെ ആ കൂട്ടത്തിൽ പെടുത്തുന്നില്ല, പക്ഷെ മറ്റു മാധ്യമങ്ങളിൽ ഉണ്ടായിട്ടുള്ള ചർച്ചകൾ BJP ഇതാ പിടിച്ചു, ഇപ്പോൾ പിടിച്ചു, ഇതാ കടന്നു കഴിഞ്ഞു, അതിനനുസരിച്ച് മാത്രമായി സ്റ്റേറ്റ്മെൻറ്റുകൾ പറയുന്ന രാഷ്ട്രീയ പ്രതിനിധികളും അതിൻ്റെ ഭാഗത്തു നിന്നുണ്ടായിട്ടുണ്ട്. എന്തായിരുന്നു BJPയുടെ വിലയിരുത്തൽ? BJPയുടെ പ്രധാനപ്പെട്ട BJPയുടെ സംസ്ഥാന അധ്യക്ഷൻ ഉൾപ്പെടെയുള്ള ആളുകളുടെ സ്റ്റേറ്റ്മെൻറ്റ് തന്നെ നമ്മളൊന്ന് പരിശോധിച്ചാൽ മതി. അദ്ദേഹം ആദ്യത്തെ പത്രസമ്മേളനത്തിൽ പറഞ്ഞു ഇവിടെ പാലക്കാട് നഗരസഭയിൽ 6000-നും 7000-നും ഇടയിൽ വോട്ടിൻ്റെ ഭൂരിപക്ഷത്തിലേക്ക് കടക്കുമെന്ന്. ഇന്ന് റിസൾട്ട് വന്നപ്പോൾ നിങ്ങളൊന്ന് പരിശോധിക്കണം. പാലക്കാട് നഗരസഭയിൽ BJPയുടെ കോട്ടയെന്ന് അവകാശപ്പെടുന്ന ഈ കൃഷ്ണകുമാർ എന്ന് പറയുന്ന BJPയുടെ സ്ഥാനാർത്ഥി മാറിയും തിരിഞ്ഞും മത്സരിച്ച് ജയിച്ചുകൊണ്ടിരുന്ന ആ കോട്ടയിൽ വെറും 878 വോട്ട് മാത്രമാണ് അവർക്ക് ലീഡ് ചെയ്യാൻ കഴിഞ്ഞത്. രണ്ടാം സ്ഥാനത്ത് ഞങ്ങളുടെ UDFിൻ്റെ സ്ഥാനാർത്ഥിയാണ്. അത് കഴിഞ്ഞ് നിങ്ങൾ മനസ്സിലാക്കേണ്ടത് പെരിയാരി പഞ്ചായത്തിലും ഈ പറയുന്ന പോലെ കണ്ണാടി പഞ്ചായത്തിൽ ഉൾപ്പെടെ അവർ നടത്തുമെന്ന് പറഞ്ഞ അട്ടിമറി, ആ അട്ടിമറിയൊക്കെ എന്ത് സംഭവിച്ചു എന്ന് നിങ്ങൾ മനസ്സിലാക്കണം. അപ്പോൾ ഈ പറഞ്ഞതുപോലെ BJPയുടെ വളർച്ച അല്ലെങ്കിൽ BJPയുടെ ആ രാഷ്ട്രീയത്തെ തടയിടാൻ ഏത് ഘട്ടത്തിലും, അത് ദേശീയ രാഷ്ട്രീയം തന്നെ നിങ്ങളൊന്ന് നോക്കിയാൽ അല്ലെങ്കിൽ എടുത്തു കഴിഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലാവും. ദേശീയ രാഷ്ട്രീയത്തിലായിക്കോട്ടെ, സംസ്ഥാന രാഷ്ട്രീയത്തിലായിക്കോട്ടെ, ഈവൻ പഞ്ചായത്തിലാണെങ്കിൽ പോലും കോൺഗ്രസിൻ്റെതായിട്ടുള്ള പ്രവർത്തന ശൈലി കൊണ്ട് അതിനെ തടയിടാൻ ശ്രമിക്കാറുണ്ട്, ചെയ്യാറുണ്ട്. പിന്നെ ഇതിനകത്ത് ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം കഴിഞ്ഞ ഈ തെരഞ്ഞെടുപ്പ് കഴിഞ്ഞപ്പോൾ തന്നെ മാധ്യമങ്ങളിൽ മുഴുവൻ വന്നതാണ് അത് വലിയ പാടായിരിക്കും UDF സ്ഥാനാർത്ഥിയുടെ കാര്യം. 2000 വോട്ട് അല്ലെങ്കിൽ 3000 വോട്ട് കൂടിപ്പോയാൽ 4000 വോട്ടിനപ്പുറത്തേക്ക് നിങ്ങൾക്ക് പ്രതീക്ഷ വേണ്ട എന്നുള്ളത്. നിങ്ങൾ മനസ്സിലാക്കേണ്ടത് ഞങ്ങൾക്ക് അവിടെ മത്സരിച്ച ഏറ്റവും മികച്ച സ്ഥാനാർത്ഥിയായിരുന്ന ഷാഫി പറമ്പിലിൻ്റെ ഭൂരിപക്ഷത്തെക്കാൾ വലിയ ഭൂരിപക്ഷത്തിൽ നിലവിലത്തെ UDF സ്ഥാനാർത്ഥി അവിടെ വിജയിച്ച് കയറണമെങ്കിൽ സംഘടനാപരമായി എന്തുമാത്രം ഒരു എഫേർട്ട് അവിടെ ഈ കോൺഗ്രസ് അല്ലെങ്കിൽ UDF ക്യാമ്പ് അവിടെ നടത്തിയിരുന്നു എന്നുള്ളത് നിങ്ങളൊന്ന് മനസ്സിലാക്കേണ്ടതാണ്. അത് കഴിഞ്ഞ് താങ്കൾ ഉന്നയിച്ച ചേലക്കരയുടെ കാര്യത്തിലേക്ക് ഞാൻ കടക്കുകയാണ്. ചേലക്കര CPMൻ്റെ അങ്ങയുടെ ഭാഷയിൽ പറഞ്ഞ CPMൻ്റെ ഒരു കോട്ട തന്നെയാണ്. അത് ഞങ്ങൾ അഡ്മിറ്റ് ചെയ്യുന്നു, സമ്മതിക്കുന്നു. ആ ചേലക്കരയിൽ ഉണ്ടായിട്ടുള്ള വോട്ടിൻ്റെ വ്യത്യാസം നിങ്ങളൊന്ന് പരിശോധിക്കുക. അവിടെ എന്ത് മാറ്റമാണ് ഉണ്ടായിട്ടുള്ളത്? അവിടെ ചേലക്കരയിൽ ഞാൻ മനസ്സിലാക്കുന്നത് ഏകദേശം 48,000-ഉം 49,000-ഉം 50,000-ത്തിൻ്റെയൊക്കെ ഭൂരിപക്ഷത്തിൽ ജയിച്ചുകൊണ്ടിരുന്ന സ്ഥാനാർത്ഥികൾ അവിടെ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ സ്ഥാനാർത്ഥികൾ ഉണ്ടായിരുന്നു. ആ സ്ഥലത്താണ് ഇന്ന് 12,320 സംതിങ് ആ റേഞ്ചിൽ നിൽക്കുന്ന തരത്തിലേക്ക് ഭൂരിപക്ഷം കുറയ്ക്കുവാൻ അതും UDFിൻ്റെ ശക്തമായ ഒരു വർക്കിൻ്റെ അടിസ്ഥാനത്തിൽ അവിടെ സാധിച്ചിട്ടുണ്ടെങ്കിൽ അവിടെ UDFിൻ്റെ കൂട്ടായ പ്രവർത്തനമാണ്. ബഹുമാനായ കെ മുരളീധരൻ ഇന്ന് അദ്ദേഹത്തിൻ്റെ സ്റ്റേറ്റ്മെൻറ്റായി തന്നെ പറയുകയുണ്ടായി, ഏറ്റവും അച്ചടക്കത്തോടു കൂടി നടന്ന UDFിൻ്റെ പ്രവർത്തനം നടന്നൊരു മേഖല ഏതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് ഈ ചേലക്കര മണ്ഡലം തന്നെയായിരുന്നു. അപ്പോൾ ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം ഞങ്ങൾ ഈ ഗവൺമെൻറ്റിനെതിരായിട്ടുള്ള ഭരണവിരുദ്ധ വികാരം കൃത്യമായി ആ നിയോജക മണ്ഡലത്തിൽ അതിനു വേണ്ടിയിട്ടുള്ള അതിനെ ജനങ്ങൾക്ക് ബോധ്യപ്പെടുത്തുന്ന രീതിയിൽ അത് വർക്ക് ചെയ്തതിൻ്റെ അടിസ്ഥാനത്തിൽ തന്നെയാണ് CPMൻ്റെ വോട്ട് കുറയ്ക്കാൻ ഞങ്ങൾക്ക് കഴിഞ്ഞത് എന്നുള്ള കാര്യവും പാലക്കാട് ഇത്തരത്തിലുള്ള വോട്ട് വർധനവിലേക്ക് ഞങ്ങൾക്ക് എത്തിക്കാൻ കഴിഞ്ഞതെന്നുള്ള കാര്യവും ഇത്രയും വോട്ട് കുറവായിരുന്നു, പോളിംഗ് കുറവായിരുന്നു എന്ന് നിങ്ങൾ അധിക്ഷേപിച്ച വയനാട് പോലും ഈ പറയുന്ന ഭൂരിപക്ഷത്തിലേക്ക് 4 ലക്ഷത്തിലധികം വോട്ടിൻ്റെ ഭൂരിപക്ഷത്തിലേക്ക് പ്രിയങ്ക ഗാന്ധി എത്തിക്കാൻ കഴിഞ്ഞതും ഞങ്ങളുടെ സംഘടനാപരമായ പ്രവർത്തന മികവിൻ്റെ വിലയിരുത്തൽ തന്നെയാണ്.